നമസ്കാരം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഗ്രേഡ് ബി തസ്തികയിലേക്ക് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഏത് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതും മാസം 1,50,000-ലധികം സാലറി ലഭിക്കുന്നതുമായ പോസ്റ്റുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഡിഗ്രി ഉള്ളവർക്ക് ഇതൊരു വളരെ മികച്ചൊരു അവസരം തന്നെയാണ്. നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ മറ്റ് ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇപ്പോൾ 60 വേക്കൻസികളിലേക്കാണ് പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. 3 പോസ്റ്റുകളുണ്ട്. ഓഫീസർ ഇൻ ഗ്രേഡ് ജനറലിലേക്ക് ടോട്ടൽ വന്ന വേക്കൻസി 40 അതുപോലെ ഓഫീസർ ഇൻ ഗ്രേഡ് DEPR എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് ആൻഡ് പോളിസി റിസർച്ച് ആണ്. അതിലേക്ക് 10 വേക്കൻസി. അടുത്ത പോസ്റ്റ് ഓഫീസർ ഇൻ ഗ്രേഡ് ബി DSIM എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ്, അതിലേക്ക് 10 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 60 വേക്കൻസിയാണ് ഈ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത്. ഇതിലേക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ഏപ്രിൽ 29 അപേക്ഷ സമർപ്പിക്കൽ അവസാന തീയതി മെയ് 2026 മെയ് 20 അപേക്ഷ സമർപ്പിക്കൽ അവസാന തീയതി. ഇതിലത്തെ എക്സാമിനേഷൻ ഉണ്ട്, ഒരു പ്രിലിമിനറി സ്റ്റേജ് ഉണ്ട്, ഒരു മെയിൻ സ്റ്റേജ് ഉണ്ട്, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഫേസ് 1 ഫേസ് 2 ഇതിന് ഇൻ്റർവ്യൂ ആണ് ഇതിനകത്ത് സെലക്ഷൻ പ്രോസസ് വരുന്നത്. അപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ജൂൺ ജൂലൈ മാസങ്ങളായിട്ടായിരിക്കും എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ അവൈലബിൾ ആണ്. നമുക്ക് അതിനെപ്പറ്റി നോക്കാം. അടുത്ത നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. 2026 ഏപ്രിൽ 1 കണക്കാക്കിയോട് ഏജ് കണക്കാക്കുന്നത് 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവർക്കിലേക്ക് അപ്ലൈ ചെയ്യാം. അതിൽ SC/ST കാർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കും. അതുപോലെ OBC കാർക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അടുത്ത ഇതിനൊക്കെ അപേക്ഷിക്കാനുള്ള മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓഫീസർ ഇൻ ഗ്രേഡ് ബിയിലേക്ക് ജനറലിലേക്ക് എനി ഡിസിപ്ലിൻ എന്നുള്ള ഡിഗ്രിയാണ്. അവിടെ വേണ്ടത് 60% മാർക്കാണ് വേണ്ടത്, മിനിമം മാർക്ക്. അതായത് SC/ST PWD ആപ്ലിക്കൻസിനാണെങ്കിൽ 50% മാർക്കാണ് പറയുന്നത്. അടുത്ത പോസ്റ്റ് ഓഫീസർ ഇൻ ഗ്രേഡ് ബി ആണ്. DEPR അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് ആൻഡ് പോളിസി റിസർച്ചിലേക്ക് വരുന്ന എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ MA or MSc ഇൻ എക്കണോമിക്സ് ഓർ MA MSc കോഴ്സസ് സച്ച് ആസ് ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്, മാത്തമാറ്റിക്കൽ എക്കണോമിക്, അപ്ലൈഡ് എക്കണോമിക്സ് തുടങ്ങിയ ക്വാളിഫിക്കേഷനാണ്. അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ നോട്ടിഫിക്കേഷൻ നോക്കുക. അതല്ലെങ്കിൽ പറയുന്നത് MA MSc ഇൻ ഫിനാൻസ് ഓർ MA MSc കോഴ്സസ് സച്ച് ആസ് ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻസ്, മാത്തമാറ്റിക്കൽ ഫിനാൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ഓർ ഇൻ്റർനാഷണൽ ഫിനാൻസ്, ബിസിനസ് ഫിനാൻസ് തുടങ്ങിയ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളത് വായിച്ച് നോക്കുക. ഓക്കെ. അടുത്ത പോസ്റ്റ് ഓഫീസർ ഇൻ ഗ്രേഡ് ബി DSIM ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ് ആണ്. അതിൽ വരുന്ന ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രി വിത്ത് മിനിമം 55% mark in aggregate of all semester or year or an equivalent grade, CGPA in statistics, mathematics or mathematical statistics തുടങ്ങിയ ക്വാളിഫിക്കേഷൻ ആണ്. അതല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി വിത്ത് മിനിമം 55% മാർക്ക് ഇൻ അഗ്രിഗേറ്റ് ഫോർ ആൾ സെമസ്റ്റർ ഓർ ഇയേഴ്സ് ഓർ ആൻ ഇക്വലന്റ് ഗ്രേഡ് ഓർ CGPA ഇൻ ഡേറ്റ സയൻസ് ഓർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓർ മെഷീൻ ലേണിംഗ് തുടങ്ങിയ ക്വാളിഫിക്കേഷൻസ് ആണ്. ബാക്കി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ സ്കീം ഓഫ് സെലക്ഷൻ 3 സ്റ്റേജ് ആയിട്ടാണ്. ഒരു ഫേസ് 1 പ്രിലിമിനറി ആണ്, പിന്നെ ഫേസ് 2 മെയിൻ എക്സാം കാണും, പിന്നെ ഇൻ്റർവ്യൂ ആണ്. അതിനുശേഷമായിരിക്കും ഇതിലേക്ക് സെലക്ഷൻ നടത്തുന്നത്. സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ല സാലറിയിൽ ഉയർന്ന ലെവലിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം തന്നെയാണിത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട ഓൺലൈൻ മുഖേനയാണ്. www.rbi.org.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന അവസാന തീയതിക്ക് മുമ്പായാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ കുറച്ച് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ജനറൽ OBC EW കാൻഡിഡേറ്റിന് 850 രൂപയാണ് പ്ലസ് GST ആണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. എന്നാൽ SC/ST PWBD കാൻഡിഡേറ്റിന് 100 രൂപ പ്ലസ് 18% GST ആണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. ഈ പോസ്റ്റിന് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പോസ്റ്റിലേക്കുള്ള പേ സ്കെയിലാണ്. മന്തിൽ നമുക്ക് 1,54,936 രൂപയാണ് ഈ പോസ്റ്റിൽ നിന്ന് നമുക്കൊരു മാസം നമ്മുടെ കയ്യിൽ ലഭിക്കാൻ പോണത്. ഇത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സാലറി ലഭിക്കുന്ന വേറെ പോസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ തന്നെ സംശയമാണ്. അപ്പോൾ ഈ ഡിഗ്രി ഉള്ളവർ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിൽ എവിടെയൊക്കെയാണ് എക്സാമിനേഷൻ സെൻറ്റർ നോക്കാം. കേരളത്തിൽ കണ്ണൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം എന്നീ സ്ഥലങ്ങളിൽ കേരളത്തിൽ ഇതിൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വളരെ മികച്ചൊരു അവസരമാണ്. RBIയുടെ കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഉയർന്ന സാലറിയിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ വ്യത്യസ്തങ്ങളായ ജോബ് നോട്ടിഫിക്കേഷൻ ഡെയിലി ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. കൂടാതെ ലൈക്ക് അടിച്ച് നിങ്ങളുടെ സപ്പോർട്ടുകൾ അറിയിക്കുക. ഈ നോട്ടിഫിക്കേഷനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കാവുന്നതാണ്. താങ്ക്